ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ വൈജയന്തിക്ക് മുൻപിൽ കട്ടയ്ക്ക് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. എന്ത് പറഞ്ഞാലും തക്ക മറുപടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ വൈജയന്തിക്കാണെങ്കിൽ ഇവളൊരു അഹങ്കാരിയാണ്, ഇത്രയും ഗമയും ഇത്രയും പള്ളും ഇത്രയും അഹങ്കാരവും ഒന്നും ഒരു വിലക്കാരിക്ക് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ അലീന തന്നിലേക്ക് ആരോപിക്കുന്ന ഓരോ കുറ്റങ്ങൾക്കും ഓരോ കുറവുകൾക്കും തക്ക മറുപടി വൈജയന്തിക്ക് കൊടുക്കുകയാണെ. അവസാനം ചില സമയത്തൊക്കെ വൈജയന്തി മടുത്തിട്ട് പോകുന്നതും കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ വൈജയന്തി ബാങ്കിൽ നിന്നും നേരത്തെ എത്തുകയാണ് കേട്ടോ. അങ്ങനെ പതിവില്ലാതെ കോളിംഗ് ബെല്ല് ഉച്ച സമയത്ത് അടിക്കുന്ന കേൾക്കുമ്പോൾ നമ്മുടെ അലീന ചെന്ന് കതക് തുറക്കുന്നുണ്ടേ. ആ സമയത്ത് വൈജയന്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ മേഡം നേരത്തെ എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനേ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കിന്ന് നേരത്തെ വരാൻ തോന്നി, ഞാൻ നേരത്തെ വന്നു, ഇതേ എൻ്റെ വീടാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് എന്തിനാണാവോ ചോദിച്ചത് എന്നൊരിതായി പോയിട്ടോ. അങ്ങനെ അലീനയോട് പറയുന്നുണ്ട്, അതെ എനിക്ക് നല്ല തലവേദനയുണ്ട്, നീ കുറച്ച് ചൂടുവെള്ളം ഇങ്ങ് എടുക്ക് എന്ന് പറഞ്ഞിട്ടായിരിക്കും വൈജയന്തി നേരെ തന്നെ റൂമിലേക്ക് പോയി കിടക്കുന്നത്. അപ്പോൾ അലീന തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് നല്ല തലവേദനയുണ്ടല്ലേ, അതുകൊണ്ടായിരിക്കും നേരത്തെ വന്നത്. എന്നിട്ട് എൻ്റെ മിൽക്ക് ചാടിക്കടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ കാര്യം അങ്ങ് പറഞ്ഞാൽ പോരെ. എന്തായാലും വെറും ചൂടുവെള്ളത്തിൽ ഒതുക്കണ്ട, പണ്ട് എന്നെ മമ്മി പഠിപ്പിച്ച ആ ഒരു കഷായ ചായ തന്നെ അമ്മയ്ക്ക് ഇട്ട് കൊടുത്തേക്കാം, അതാകുമ്പോൾ അമ്മയുടെ തലവേദന പമ്പ കിടക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ അടുക്കളയിലേക്ക് ചെല്ലുന്നത്. ഈ സമയത്ത് മുത്തശ്ശി വിളിക്കുന്നുണ്ട് കേട്ടോ, അലീനെ ആരാ വന്നത് അവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അത് പിന്നെ മേഡമാ വന്നത്. വൈജയന്തിയോ? അവളെന്തായാലും നേരത്തെ എത്തിയത്? ഞാൻ ചോദിച്ചപ്പോൾ എന്നെ കടിച്ച് തിന്നാൻ വന്നു, ഇത് എൻ്റെ വീടാണ്, നിന്നോട് ഉത്തരം പറയേണ്ട കാര്യമില്ലാന്നും ഒക്കെ. എന്നിട്ട് എന്നോട് പറഞ്ഞേ കുറച്ച് ചൂടുള്ള ഇങ്ങെടുക്ക്, തലവേദനയാണെന്ന്. മേഡത്തിനെ നല്ല തലവേദനയാണെന്ന് തോന്നുന്നു, മുഖത്തൊക്കെ നല്ല ക്ഷീണവും ഒരു വിളർച്ചയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാൽ ഇവക്ക് നേരെ ആശുപത്രിയിലേക്ക് പോയിട്ടേക്ക് വന്നാൽ പോരായിരുന്നോ? നേരെ വീട്ടിലേക്ക് വന്നാൽ അവളുടെ തലവേദന മാറുമോ? ചിലപ്പോൾ സ്ട്രെസ്സൊക്കെ കൊണ്ടായിരിക്കും മുത്തശ്ശി, അതുകൊണ്ട് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അതൊക്കെ മാറുമല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും, വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കാനായിരിക്കും. എന്ത് കുന്തുമായാലും ആകട്ടെ, എന്നാലും അവൾക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാൽ മതിയായിരുന്നു, അതാകുമ്പോൾ മരുന്ന് മേടിച്ചാൽ കഴിച്ചിട്ടങ്ങ് കിടക്കുകയാണെങ്കിൽ അതങ്ങ് മാറിയേനെ. ഇവളോടൊന്നും പറഞ്ഞു ജയിക്കാൻ ആർക്ക് പറ്റും? എന്നാലും നീ ഇച്ചിരി വെള്ളം കൊണ്ട് കൊടുക്ക് എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അലീനയാണെങ്കിൽ അടുക്കളയിൽ ചെന്ന് ചില കൂട്ടുകളെല്ലാം കൊണ്ട് ഒരു കഷായ കാപ്പി ഇട്ടുകൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ വൈജയന്തിക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ വൈജയന്തിക്ക് മേഡം എന്നിങ്ങനെ പറയുമ്പോൾ, ഇത്രയും നേരം വേണ്ടി ഒരു ചൂടുവെള്ളം എടുക്കാൻ, നിനക്ക് കാലിന് സ്വാധീനമൊന്നും ഇല്ലേ? നീ എന്ത് ചെയ്യായിരുന്നു ഇത്ര നേരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഷൗട്ട് ചെയ്യാൻ കേട്ടോ. ഈ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, എന്തിനാ മേഡം ഇത്രയും വലിയ തലവേദനയും വെച്ചുകൊണ്ട് മേഡം ഇങ്ങനെ എന്നെ ഹരാസ് ചെയ്യാൻ വരുന്നത്? മേഡത്തിന് സുഖമില്ലാതിരിക്കുകയല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ചാടിക്കടിക്കുന്നത്? ഞാനേ ചൂടുവെള്ളം എടുക്കുകയല്ലായിരുന്നു, ഇത് ചൂടുവെള്ളം വേണമെങ്കിലും ഉണ്ട്, ഇതേ കഷായ ചായയാണ്, ഈ ചായ തലവേദനയ്ക്ക് നല്ലതാ, പണ്ട് എൻ്റെ മമ്മി ഉണ്ടാക്കി തന്നതാ, ഇത് കുടിച്ചാൽ തലവേദനയൊക്കെ മാറും, ഏത് തരത്തിലുള്ള തലവേദനയാണെങ്കിലും അതിനൊക്കെ ഒരു ആശ്വാസം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊടുക്കുകയാണേ. ഈ സമയത്ത് ഒന്ന് രുചിച്ച് നോക്കുമ്പോഴത്തേനും നല്ല കയ്പുണ്ടായിരിക്കും കേട്ടോ. ഇതെന്താടി, എനിക്ക് വല്ല വിഷമമാണോ നീ കലക്കി തന്നത്? നിന്നോട് പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാൽ മതി, കൂടുതൽ കാര്യങ്ങളിൽ നീ ഇടപെടാൻ നിൽക്കണ്ട എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നാൽ മേഡം ആ ചായ ഇങ്ങനെ തിരിച്ചു തന്നേര്, ഞാനിത് ഒഴിച്ചു കളഞ്ഞോളാം, മേഡം ചൂടുവെള്ളം കുടിച്ചോ എന്ന് പറയുമ്പോൾ, വേണ്ട ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ, നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞാൻ അറിയട്ടെ, ഇത് കുടിച്ചിട്ട് എൻ്റെ തലവേദന മാറിയില്ലെങ്കിൽ അപ്പം ഞാൻ ബാക്കി പറയാം എന്ന് പറഞ്ഞിട്ട് ആ കഷായ ചായ കുടിക്കാൻ കേട്ടോ. ശേഷം ഒന്ന് മയങ്ങുകയാണ് വൈജയന്തിക്ക് നല്ലൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല ഉറക്കമായിരിക്കും കേട്ടോ. ശേഷം നമ്മുടെ അലീനയാണെങ്കിൽ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തായി മോളെ, അവളുടെ തലവേദനയ്ക്ക് വല്ല മാറ്റമുണ്ടോ? നീ ചൂടുവെള്ളം കൊണ്ട് കൊടുത്തപ്പോൾ എന്താ അവൾ പറഞ്ഞത്? വേണമെങ്കിൽ അവനെ വിളിച്ച് പറയായിരുന്നു ഒന്ന് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അല്ലേ മോളെ എന്നൊക്കെ പറയുമ്പോൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുത്തശ്ശി, എല്ലാം പമ്പ കിടക്കും, ഞാനൊരു കഷായ ചായ ഇട്ടോട് കൊടുത്തിട്ടുണ്ട്, ആദ്യം വേണ്ട, നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്താൽ പോരെന്നൊക്കെ ചോദിച്ചെങ്കിലും പിന്നെ അത് കുടിച്ചിട്ട് ഇപ്പോൾ ആൾ നല്ല മയക്കത്തില്ല, നല്ല മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നിൻ്റെ കയ്യിൽ കുറേ പൊടിക്കൈകൾ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയും അതുപോലെ തന്നെ അലീനയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും വൈജയന്തി ഉണർന്നിട്ട് വൈജയന്തിയുടെ ഭർത്താവിനെ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾ നേരത്തെ എത്തണം, ഞാനിവിടെ എത്തിയിട്ടുണ്ട്, പിന്നെ
എനിക്ക് നല്ല തലവേദനയാണ്, എനിക്ക് ഒട്ടും സുഖമില്ല. അതുകൊണ്ട് ഞാനിങ്ങ് വീട്ടിലേക്ക് വന്നതാ. ഇപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു, പക്ഷേ ചെറിയ രീതിയിൽ പിന്നെയും തുടങ്ങാൻ തോന്നുന്നു. നേരത്തെ തന്നെ മരുന്ന് വാങ്ങിച്ചാൽ അതങ്ങ് മാറിക്കോളും. അല്ലെങ്കിൽ നാളെയും എനിക്ക് ബാങ്കിൽ പോകാൻ കഴിയില്ല, എനിക്കിന്ന് ഉറങ്ങാനും പറ്റില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അത് പിന്നെ എനിക്കിന്ന് തിരക്കാം, നീ വേണമെങ്കിൽ ടാക്സി വല്ലതും വിളിച്ചു പോ, എനിക്കിന്ന് നല്ല തിരക്കുണ്ട്. അല്ലെങ്കിൽ നീ ആ അലീനേയും കൂട്ടിക്കൊണ്ട് പോ എന്ന് പറയാൻ കേട്ടോ. വേലക്കാരെ കൂട്ടിക്കൊണ്ട് പോകേണ്ട ഗതികേടൊന്നും എനിക്കില്ല, നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ വൈജയന്തിൻ്റെ ഭർത്താവിനും നല്ല ദേഷ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം സാഹചര്യത്തിനൊത്ത് പെരുമാറാൻ അല്ലെങ്കിലും വൈജയന്തിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അന്ന് താമസിച്ചായിരിക്കട്ടോ പറഞ്ഞത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വൈജയന്തിക്ക് പിന്നെയും നല്ല തലവേദന എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അലീനനെ വിളിക്കുന്നുണ്ട്. അലീനെ, ഇടി അലീനെ, നീ ഇത് എവിടെ പോയി കിടക്കുക? അലീനെ ഓടി പറഞ്ഞിട്ടുണ്ട്. എന്താ മേഡം, എന്താ പറ്റിയ? തലവേദനയ്ക്ക് മാറ്റിയില്ലേ? മാറ്റി ഉണ്ടായിരുന്നു, പക്ഷേ വീണ്ടും തുടങ്ങാമെന്ന് തോന്നുന്നത്. നീ മുമ്പ് ഇട്ടെന്ന് ആ ഒരു ചായയില്ലേ, അതൊന്നുകൂടെ ഉണ്ടാക്കി തന്നെ. മേഡത്തിന് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഞാൻ കൂടെ വരാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ ആണോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അതൊന്നും നീ അറിയണ്ട, എനിക്ക് ഇപ്പം നിൻ്റെ കൂടെ പോകേണ്ട ഗതികേടൊന്നും ഇല്ല, നീ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി, നീ ആ ചായ കിട്ടുമെന്ന് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കഷായ ചായ ഇട്ട് കൊടുക്കാനുണ്ട് അലീന. ഈ സമയത്ത് അത് വലിച്ചു കുടിക്കുകയാണ് നമ്മുടെ വൈജയന്തി. അങ്ങനെ കുടിച്ചിട്ട് വീണ്ടും മയങ്ങാൻ കേട്ടോ. ഇപ്പോൾ തലവേദനയ്ക്ക് നല്ല ആശ്വാസം ഉണ്ടായിരിക്കുകയും ശേഷം കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയുടെ ഭർത്താവ് രാത്രി ആയിരിക്കും കേട്ടോ വരുന്നത്. അങ്ങനെ രാത്രി വന്ന് കുറച്ച് വർക്കുകളൊക്കെ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ വേറൊരു റൂമിലായിരിക്കും ആ വർക്കൊക്കെ ലാപ്ടോപ്പിലൊക്കെ നോക്കി ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലീനയ്ക്കാണെങ്കിൽ ഒട്ടും ഉറക്കം വരില്ല കേട്ടോ. കാരണം വൈജയന്തി ഇത്ര തളർന്ന രീതിയിൽ, ഇത്ര വാടിയ രീതിയിൽ അലീന കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. അലീന മുത്തശ്ശിയോടും പറയുന്നുണ്ട്, മേഡം ആണെങ്കിൽ എന്നെ ശകാരിക്കാതിരുന്നിട്ടേ ഇല്ല. ഇപ്പോൾ അത് എത്ര മണിക്കൂറായി, മേഡത്തിന് നല്ല വയ്യാഴികയുണ്ട്. ആ ചായ കുടിച്ചപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടി, അങ്ങനെ ഉറങ്ങിയതാണ്. ഹോസ്പിറ്റലിൽ പോകാൻ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോലും വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത്രയ്ക്ക് അഹങ്കാരം പാടില്ലല്ലോ, കുറച്ച് അസുഖം വരുമ്പോഴെങ്കിലും കുറച്ചൊന്ന് ഒതുങ്ങണ്ടേ. അവൾക്കത് പറ്റില്ലെങ്കിലേ നീ പിന്നെ കൂടെ പോകാനൊന്നും നിൽക്കണ്ട, അവൾക്ക് ഇപ്പോൾ മാറിക്കാണും, അതുകൊണ്ട് അവൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അവനെയും പോക്കി എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ പോയനെ, നീ വിഷമിക്കണ്ട, നീ ഇനി വന്ന് കിടക്കാൻ നോക്ക് പെണ്ണേ എന്നൊക്കെ മുത്തശ്ശി പറയാനിട്ടോ. അങ്ങനെ അലീനയാണെങ്കിൽ കിടക്കാൻ പോവാണ്. പക്ഷെ അലീനയ്ക്ക് ഒട്ടും തന്നെ സമാധാനം ഇല്ല കേട്ടോ. കിടന്നിട്ട് ഉറക്കം പറഞ്ഞില്ലേ. അങ്ങനെ നോക്കുമ്പോൾ മുത്തശ്ശി ഉറങ്ങിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഈ സമയത്ത് അലീനയാണെങ്കിൽ മുറിയിൽ നിന്നിറങ്ങി വൈജയന്തിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ വൈജയന്തിയുടെ റൂമിൽ ചെന്നിട്ട് വൈജയന്തിനെ ഇങ്ങനെ തലോടിക്കൊണ്ട് നിൽക്കുകയാണ്. വൈജയന്തി നല്ല ഉറക്കമായിരിക്കും കേട്ടോ. നെറ്റിയിൽ ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അലീന. എന്നിട്ട് വൈജയന്തിയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ. ആ ഒരു സന്തോഷം, ആ ഒരു ഇത് അലീനയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. തൻ്റെ അമ്മേനെ തൻ്റെ കരങ്ങൾ കൊണ്ടൊന്ന് സ്പർശിക്കാൻ കഴിഞ്ഞതിൽ വല്ലാത്ത സന്തോഷത്തിലായിരിക്കും കേട്ടോ അലീന. ആ ഒരു നിമിഷം അലീന വല്ലാതെ ആസ്വദിക്കുകയാണ്. ഇതേ സമയത്ത് മുത്തശ്ശി രാത്രിയിൽ ഉറക്കമുണരുമ്പോൾ അലീനനെ കാണുന്നില്ല. ഈ പെൺകുട്ടി ഇപ്പോഴിത് എവിടെ പോയി? മുത്തശ്ശിക്ക് എന്നിട്ട് ആകെ വെപ്രാളാണ് കേട്ടോ. കാരണം ടോയ്ലറ്റിലൊന്നും കണ്ടില്ല. വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ വെള്ളം എടുക്കാൻ പോയതല്ല. പിന്നെ ഇത് ഇവിടെ എവിടെ പോയി? ഇനി വൈജയന്തി സംശയിക്കുന്ന പോലെ വല്ലതും ആണോ? ബാലനും അവളും തമ്മിൽ അങ്ങനെയൊന്നും ഇല്ല, അവൾ നല്ല കുട്ടിയാണ്. പക്ഷെ പറയാൻ പറ്റില്ല, ഇന്നത്തെ കാലമല്ലേ, ആണുങ്ങളുടെ മനസ്സല്ലേ, ഒരു നിമിഷം ഒന്ന് ചാഞ്ചാടിയാൽ എല്ലാം അവസാനിക്കും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി വിറങ്ങലോടെ അവിടെ നിന്ന് എണീക്കാൻ കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശിയുടെ കാലിൻ്റെ വയ്യാഴികയൊക്കെ ഏറെക്കുറെ കുറഞ്ഞിട്ടുണ്ടായിരിക്കെ പതിയെ പതിയെ പിടിച്ച് നമ്മുടെ മുത്തശ്ശി ബാലൻ കിടക്കുന്ന റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ബാലൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കെ. അങ്ങനെ നേരെ വൈജയന്തിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അലീന വൈജയന്തിയുടെ ചാരത്തിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് തലയൊക്കെ ഇങ്ങനെ തടവി കൊടുത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ മുത്തശ്ശിക്ക് ആകെ ഒരു അത്ഭുതവും ഒക്കെ തോന്നുകയാണ് കേട്ടോ. ഈ പെണ്ണ് എന്തൊക്കെ ഈ കാണിക്കുന്നത്? ഈ പെണ്ണിന് വൈജയന്തിന് ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അവളെ എന്തെല്ലാം പറഞ്ഞാണ് ഓരോ ദിവസം അവൾ ശകാരിക്കുന്നത്. കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള വർത്താനം. എന്നിട്ടും അവൾ ഇങ്ങനെ കെയർ ചെയ്യുന്നതിൽ എന്തോ കാര്യമുണ്ടല്ലോ. ഇതെന്താ സംഭവം? ഇതെന്ത് മറിമായ എന്നൊക്കെ ആലോചിച്ച് മുത്തശ്ശി ഇങ്ങനെ നിൽക്കാതിരിക്കും കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ അനക്കം കേട്ട് പെട്ടെന്ന് അലീന ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി, എന്താടി നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നിന്നെ കാണാനിട്ട് ഞാൻ എണീറ്റ് വന്ന. അത് പിന്നെ മുത്തശ്ശി, ഞാൻ ഇനിയും മേഡത്തിന് സുഖമില്ലാത്തതുകൊണ്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എണീറ്റ് വന്നതാണ്. ഇവിടെ വെള്ളമൊക്കെ ഇരിപ്പുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേഡം നല്ല ഉറക്കമായിരുന്നു, അപ്പോൾ ഞാനൊന്ന് ഈ തലവേദനയൊക്കെ മാറിയെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് റൂമിലേക്ക് വരികയാണേ. ഈ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അലീനയോട്, അലീനെ നിന്നെ എന്തൊക്കെ രീതിയിലാണ് ഓരോ ദിവസം അവൾ ശകാരിക്കുന്നത്? കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള വർത്താനാണ് വൈജയന്തിയുടെ വായിൽ നിന്ന് വരുന്നത്. എന്നിട്ടും നീ അവളെ ചെന്നിങ്ങനെ
തലോടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെയാണ് എൻ്റെ മമ്മി പഠിപ്പിച്ചിരിക്കുന്നത്. പണ്ട് അവിടെ സ്നേഹസദനത്തിലും ഓരോരുത്തർക്ക് വയ്യാഴികയൊക്കെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ കൂടെ ഇരുന്ന് പരിചരിക്കുമായിരുന്നു. നമ്മുടെ പരിചരണം കിട്ടുമ്പോൾ തന്നെ പലരുടെയും അസുഖങ്ങൾ പമ്പ കിടക്കും. ആ ഒരു വിദ്യ ഞാനിവിടെ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അലീന കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഈ സമയത്ത് അലീനയുടെ മനസ്സിൽ ഓരോരോ സ്വപ്നങ്ങളും ഒക്കെ ഇങ്ങനെ വന്ന് മിന്നി മറയാണേ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മേനെ കണ്ടു. അമ്മ എന്നെ വല്ല സ്നേഹിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇന്ന് അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ തലോടി കൊടുത്തു. ആ ഒരു നിമിഷം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. എൻ്റെ അമ്മയോടൊപ്പമായിരുന്നു ഇന്ന് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ ഉറക്കത്തിൽ വിളിച്ച് പറയാനിട്ടോ അലീന. ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി. ഇവളെന്തൊക്കെയായി പറയുന്നത്? അമ്മയോ? ഇവളെന്തൊക്കെയായി പറയുന്നത്? അമ്മയ്ക്ക് തലോടി കൊടുത്തു എന്നോ? ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ ആലോചിച്ച് പെട്ടെന്ന് തന്നെ അലീനെ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അലീന ഞെട്ടി ഉണരുകയാണ്. അയ്യോ മുത്തശ്ശി, നീ എന്തൊക്കെയായി പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്തോ എൻ്റെ മനസ്സിൽ വല്ലാത്ത ചിന്തകൾ വന്നപ്പോഴോ നീ വൈജയന്തിനെ അമ്മ എന്ന് പറഞ്ഞാൽ ഓരോന്ന് പറഞ്ഞത് അമ്മയ്ക്ക് തലോടി കൊടുത്തുന്നോ കാപ്പി ഇട്ട് കൊടുത്തുന്നോ ഓരോരോ കാര്യങ്ങളും നീ പറയുന്നുണ്ടായിരുന്നു. എന്താ അലീന ഇതിൻ്റെയൊക്കെ അർത്ഥം? നീ എന്തൊക്കെയായി പറയുന്നത്? നീ ആരോടായിട്ടായി സംസാരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഉടനെ നമ്മുടെ അലീന പറഞ്ഞിട്ട്, അത് പിന്നെ മുത്തശ്ശി, ഞാനൊരു സ്വപ്നം കണ്ടതാ. അതായത് രേവതിക്കുട്ടി എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നിയത്. രേവതിക്കുട്ടി ഇപ്പോൾ ഒരു ഗ്രേസ് ആൻറ്റിയുടെ ഒക്കെ വീട്ടിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അവിടെ അവളെ ഗ്രേസ് ആൻറ്റി സ്വന്തം മോളെ പോലെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് കിടന്നത് കൊണ്ടായിരിക്കാം അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വന്ന് എൻ്റെ സ്വപ്നത്തിലൂടെ ഞാൻ പറഞ്ഞു പോയതാണ്, അല്ലാതെ വേറൊന്നും അല്ല മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അലീന ഓരോ കാര്യങ്ങൾ പറഞ്ഞങ്ങ് ഒഴിവായി അങ്ങ് പോകുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ ഇങ്ങനെ മനസ്സിനുള്ളിൽ കടന്നു കൂടിയിട്ടുണ്ട്. കാരണം ഒരു വേലക്കാരി ഒരിക്കലും തൻ്റെ മേഡത്തിനെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യില്ലല്ലോ. അതുപോലെ തന്നെ ഉറക്കത്തിൽ കിടന്ന് പല കാര്യങ്ങളും കുട്ടി വെളിപ്പെടുത്തുമ്പോൾ എന്തൊക്കെയോ സത്യങ്ങൾ ഇവിടെ മിന്നി മറിഞ്ഞിരിപ്പുണ്ടെന്നും അലീനയുടെ പിറകിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്നൊക്കെ മനസ്സിലാക്കാനുണ്ടോ മുത്തശ്ശി. അങ്ങനെ പതിയെ കാര്യങ്ങളൊക്കെ മുത്തശ്ശി തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആയിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള അപ്കമിങ് എപ്പിസോഡുകൾ കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.